സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു സീസണിൽ കിഴങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിവരമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ഒരു സീസണിലും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പ്രേക്ഷകർ അതിനെപ്പറ്റി ഒരു അഭിപ്രായമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഒരു ടാസ്ക് കൊടുത്താൽ പോലും ആ ടാസ്ക് മനസ്സിലാക്കി അതൊരു മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഈ സീസണിലുള്ള ഒരു കണ്ടസ്റ്റൻസിനും ഇതുവരെയും സാധിച്ചിട്ടില്ല. എല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ അലമ്പാക്കി കൈ കൊടുക്കും. കാരണം ഈ ഒരു സീസണിലേക്ക് ഫാക്ടറി ടാസ്ക് രണ്ടാമതായിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുവരുന്നത്. അത് മികച്ച ഒരു ടാസ്ക്, മികച്ച രീതിയിൽ കളിച്ച് മികച്ച രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ്. ഇതിൽ കൂടുതൽ ബിഗ് ബോസിനൊന്നും ചെയ്യാനില്ല. അത് മനസ്സിലാക്കി കളിക്കാൻ കണ്ടസ്റ്റൻസിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ. മറ്റു ലാംഗ്വേജുകളിൽ നിന്ന് ഓരോ ടാസ്കുകൾ എടുത്ത് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്കാണ് മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ ടാസ്ക് പോലും മികച്ച രീതിയിൽ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ സിംപ്ലസ്റ്റ് ഫോമാണ്. അധികം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് കുറച്ച് കണ്ടസ്റ്റൻസ് ഈ ഒരു ബോട്ടിൽ കളക്ട് ചെയ്യാനും, അതുപോലെ ഒരു ജ്യൂസ് കമ്പനിയുടെ ഓണറായിട്ട് നമ്മുടെ അനീഷും നിവിനും നിൽക്കുന്നു. അവരൊരു ഡീലിങ്സ്, ഒരു വിലപേശലാണ് അവിടെ നടക്കുന്നത്. ആ ഒരു വിലപേശൽ പ്രോപ്പറായിട്ട് നടത്തുക, നല്ലൊരു അടിപൊളി ഗെയിം അതിനകത്തേക്ക് കൊണ്ടുവരിക. ആ ഒരു വിലപേശി ആ ഒരു ബോട്ടിൽ അനീഷും നിവിനും വാങ്ങി അതിനകത്ത് പ്രോപ്പറായിട്ട് ജ്യൂസ് ഉണ്ടാക്കി ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള അനിമോളും അതുപോലെ ജിഷിനും ഇവരുടെ അടുത്തെത്തി അത് അവർക്ക് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഏതാണോ നല്ലത് അല്ലാത്തത് മാറ്റി വെച്ച് റിജക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കോയിൻ കിട്ടുക. കോയിൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല ബോട്ടിൽസ് കൊടുത്തവരെ അവർക്ക് താല്പര്യമുള്ള ജ്യൂസ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള അനീഷിനും അതുപോലെ തന്നെ നിവിനും ഇവര് വിലപേശി ഡീലിങ്സ് നടത്തിയിട്ടുള്ള ഏജൻസിമാര്, ബോട്ടിൽ കൊടുത്തിട്ടുള്ള ഏജൻസിമാരിന് കൊടുക്കുക. ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആൾക്ക് അടുത്ത ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കിട്ടും. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാൾക്ക് ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ടാസ്കിലേക്ക് വരുമ്പോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അലമ്പിക് കുളവാക്കിയെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇത് പലർക്കും പലതുണ്ടായിരിക്കും. ഇതേ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു നമ്മളിത് ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടാസ്കുകളാണ് ഇതിന്റെ വേറിട്ട ഫോം. അതുപോലെ തന്നെ ഫാക്ടറി ടാസ്കുകളുടെ പല ഫോമുകൾ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലും തമിഴിലാണെന്നുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട്. അതെങ്ങനെ അവർ നടത്തുന്നു എന്ന് നമുക്കറിയാം. സോ അനിമോളാണ് അത് കംപ്ലീറ്റ്ലി ആ ഒരു ടാസ്ക് നശിപ്പിച്ച് കുളം തോണ്ടി കൊടുത്തത്. അനിമോളെ മാത്രം പറഞ്ഞാൽ പോലെ ഈ ഒരു ടാസ്ക് തുടങ്ങുമ്പോൾ മറ്റു പലരും ഈ ഒരു ടാസ്ക് അലമ്പാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ജിസയിലാണ് തുടക്കം വിട്ടത്. അതിന് പുറകെ നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ, അക്ബർ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ വന്നു. പിന്നീട് നമ്മുടെ ഒനിയിലും അഭിലാഷും ഒരു സെൽഫിഷ് ഗെയിം അടിച്ചും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഇവര് ആ ഒരു ടാസ്ക് അലമ്പാൻ നോക്കി. അതുപോലെ തന്നെ ആദില, ഇവർ ഈ ഒരു ടാസ്ക് അലമ്പിക്കളയാൻ വേണ്ടിയിട്ട് മാക്സിമം പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എങ്ങനെയൊക്കെയോ ആ ഒരു കടമ്പകളൊക്കെ കടന്ന് ജ്യൂസ് ഉണ്ടാക്കി അനീഷും നെവിനും നമ്മുടെ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള ജിഷിന്റെയും അനിമോളുടെ അടുത്തെത്തുന്നു. അനിമോൾക്കും ജിഷിനും ഈ സംഭവത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് റിജക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അവർക്ക് ചെയ്യേണ്ടത്. അതിലെല്ലാം റിജക്ട് ചെയ്യുക എന്നതാണ് അവർ ചെയ്യുന്നത്. അതായത് നമുക്ക് അവിടെ റിജക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിജക്ട് ചെയ്യാം. അതുപോലെ തന്നെ അനിമോൾ പറയുന്ന പോയിന്റ്സുകൾ ഒന്നും വാലിഡ് അല്ല. ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ലെറ്ററിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഹൈജീന്, അതുപോലെ രുചി, അളവ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മാനദണ്ഡമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് കുറച്ച് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു യുക്തിയിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. അതല്ലാതെ കൂടുതൽ അതിനകത്ത് റോക്കറ്റ് സയൻസോ റോക്കറ്റ് ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല. ഒരു കോമൺ സെൻസ് മതി ആ ഒരു ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ അവിടുന്ന് ആ ഒരു ടാസ്ക് പാസ്സായാൽ മാത്രമേ പിന്നീട് ഒരു കോയിൻ കിട്ടുകയും പിന്നെ ബാക്കിയുള്ള ഏജൻസിന് അത് വിതരണം ചെയ്യുക, അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുക, ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ ഒരു ടാസ്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ക്വാളിറ്റി ചെക്കിൽ തന്നെ ഏറ്റവും മോശമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ജിഷിന് ഒരു പരിധി വരെയും നോക്കിയും കണ്ടുമൊക്കെയാണ് ചെയ്തത്. അനുമോളെ സംബന്ധിച്ച് എല്ലാം റിജക്ട് ചെയ്യുക. അതെന്ത് മര്യാദയാണ്? പറയുന്ന കാര്യങ്ങൾ ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആദ്യം തന്നെ ബോട്ടിലൊക്കെ കമത്തി പിടിച്ചിട്ട് ഞെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലീക്ക് ആവും. പിന്നെ ബോട്ടിൽ ചളക്കമുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ബാത്റൂമിലെ വെള്ളം ഉപയോഗിക്കുക, അതിനൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ ബോട്ടിലെടുത്ത് കുണിച്ച് പിടിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബിഗ് ബോസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് സ്വന്തമായിട്ട് കുറച്ച് യുക്തിയും കൂടി ഇട്ട് നോക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പുറത്തിരുന്നൊരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് വെളിയിൽ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഇത് സ്ഥലം വേറെയാണ്, ഗെയിം ആണ്. അപ്പം അതിനകത്ത് ബിഗ് ബോസ് കുപ്പി ചളങ്ങരുത് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത്ര ബോട്ടിൽ വെച്ചിട്ട് അങ്ങ് കൊടുത്താൽ പോരെ. അത് എന്നിട്ട് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലിംഗ് ചെയ്താൽ മതി. അതല്ല ഗെയിം. അത് ആ ഒരു ചാക്കിനകത്ത് ബാസ്കറ്റിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽസ് എല്ലാവരും
എല്ലാവരും കൂടെ ചേർന്ന് അതിൽ നിന്ന് പോയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ബസർ ടു ബസറിൽ എടുക്കുമ്പോൾ അതിനകത്ത് പിടിവലികൾ ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി ചിലപ്പം കുപ്പിക്ക് ചെറിയ രീതിയിലുള്ള ചളുക്കങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ്. അതുപോലും മനസ്സിലാക്കാതെ ചെറിയ ചളുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. തീർത്തും മോശമായിട്ടുള്ള ബോട്ടിൽ അതിനകത്ത് ഒഴിവാക്കി കളയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? തീർത്തും മോശമായിട്ട് കൊണ്ടുവരുന്ന, ഒരു ടേസ്റ്റും ഇല്ലാതെ കൊണ്ടുവരുന്ന, ഭയങ്കര വൃത്തികേടായിട്ട് കൊണ്ടുവരുന്ന ബോട്ടിലുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അത് നോക്കാതെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഒരു വാലിഡ് പോയിന്റ്സ് ഇല്ലാതെ ആദ്യത്തെ ടാസ്ക് പക്ക അലമ്പിക്കളഞ്ഞു. അതിന്റെ പ്രതിഷേധം ഒന്നോണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അനീഷും ഒക്കെ അതിനകത്ത് അലമ്പി എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു വലിയ ബഹളങ്ങളാക്കി. ആദ്യ ടാസ്ക് ക്യാൻസൽ ആയി പോയി. രണ്ടാമത്തെ ടാസ്കും തുടങ്ങി. രണ്ടാമത്തെ ടാസ്കും ഇത് തന്നെ. ഒടുവിൽ മടുത്ത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു, ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ആ ടാസ്ക് ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കൂ. അത് പറഞ്ഞിട്ട് പോലും അനുമോൾക്ക് അത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വെറുതെ എന്താ പറയുന്നത്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ആ ടാസ്കും ക്യാൻസൽ ചെയ്തു. അങ്ങനെ 2 ടാസ്കും ക്യാൻസൽ ചെയ്തു. ഈ ഒരു ടാസ്കിന്റെ 2 ലെവലും ക്യാൻസൽ ചെയ്ത് അലമ്പാക്കി കൊളവാക്കി എന്ന് തന്നെ പറയാം. അനുമോളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഏതോ നാടക കമ്പനിയിൽ വരാനിരുന്ന അനുമോള് എങ്ങനെയോ വഴിതെറ്റി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാടകം നടത്തി പ്രേക്ഷകരെ പറ്റിക്കാനല്ലാതെ ഒരു നല്ലൊരു ടാസ്ക് ഇതുവരെ കളിച്ചിട്ടില്ല. നല്ല ടാസ്ക് കളിക്കാൻ അറിയത്തില്ല. ഒരു ടാസ്കിന്റെ ജഡ്ജ്മെന്റിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ അറിയത്തില്ല, തീരുമാനങ്ങൾ എടുക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് കരച്ചിൽ നാടകം അല്ലെന്നുണ്ടെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു സംഭവം വരുത്തി തീർത്ത് പ്രേക്ഷക സിമ്പതി വോട്ട് നേടാൻ മാത്രമാണ് അനുമോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തീരുമാനം കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തന്റെ നേരെ വരികയും ഒന്നെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും അല്ലെങ്കിൽ എല്ലാവരും കൂടെ തനിക്ക് നേരെ ആർഗ്യുമെന്റ്സുമായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ, കുറെ മണ്ടൻ പ്രേക്ഷകരുണ്ടല്ലോ, കുടുംബ പ്രേക്ഷകരായിട്ട് ഈ സിമ്പതി കാർഡിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനിരിക്കുന്നവർ, അവരെ ലക്ഷ്യമിട്ട് സംഭവം നടത്തി നോക്കിയതാണ്. അത് അത്ര കാര്യമായിട്ട് വിജയിച്ചില്ല, എന്നാൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാകും. അപ്പൊ എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആണ് അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കിയത്. ആ ഒരു ടാസ്ക് വിജയിപ്പിക്കാനോ മുന്നോട്ട് നടത്താനോ ഉള്ള ശ്രമമൊന്നും അനുമോളുടെ സൈഡിൽ നിന്നും ഈ ഒരു ഫാക്ടറി ടാസ്കിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ്ലി എന്താ പറയുന്നത്, നശിച്ച് പണ്ടാരമാണെങ്കിൽ പോയെന്ന് എനിക്ക് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അലമ്പിയിട്ടുണ്ട്. ബട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അനുമോളാണ്. തുടക്കം കുറച്ചു പേരും ജിസേല് ഒക്കെ കുറച്ച് അലമ്പാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ താണ്ടി മുന്നോട്ടും പോയിരുന്നു. ബട്ട് ഈ ഒരു ക്വാളിറ്റി ചെക്ക് വരെ എത്തിയിട്ട് മുന്നോട്ട് പോകുന്നില്ല ടാസ്ക്. അതിലൊരു കോംപ്രമൈസും കാര്യങ്ങളും വേണം. നമ്മൾ കംപ്ലീറ്റ്ലി ഒന്നും ഫെയർ ആയിട്ടോ ഒന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നോക്കാൻ പറ്റത്തില്ല. അത് എന്താണോ മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ആ ഒരു ടാസ്കിനെ കണ്ടിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയേനെ. എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ അനുമോളുടെ ആ ഒരു തീരുമാനത്തിലാണ് ആ ഒരു ടാസ്ക് മൊത്തം നശിച്ച് പണ്ടാരം ഉണങ്ങി പോയതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അങ്ങനെയല്ല ആ ഒരു ടാസ്ക് കളിക്കേണ്ടത്. നമ്മൾ പല ബിഗ് ബോസുകളും അതുപോലെ പല ലാംഗ്വേജിലുള്ള ബിഗ് ബോസുകളും കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളും ഈ ഒരു ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടൈം ജഡ്ജ്മെന്റ് അല്ല, മുന്നേ കണ്ടിട്ടുള്ള ജഡ്ജ്മെന്റും അവർക്ക് പറ്റിയ അബദ്ധങ്ങളും, അപ്പൊ ഇതിങ്ങനെയാണല്ലേ കളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ കാണുമ്പോൾ അത് വിലയിരുത്തുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരു ടാസ്ക് എന്തായാലും അലമ്പി നശിപ്പിച്ച് കളഞ്ഞു. അതിനിടയിൽ കുറച്ച് പേര് നല്ല രീതിയിലൊക്കെ ഗെയിം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അവർ ആർഗ്യുമെന്റ്സുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രോപ്പറായിട്ട് പോയി ആ ബോട്ടിൽ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കളക്ട് ചെയ്ത ബോട്ടിലുകൾ പ്രോപ്പറായിട്ട് വില പേശി ജ്യൂസ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള അനീഷിന്റെ നിവിന്റെ അടുത്ത് വില പേശി ആ ബോട്ടിലുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ സൈഡ് അവർ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ്, ആദില, ഒനീല് ഇവരൊക്കെ കംപ്ലീറ്റ്ലി അലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഭിലാഷും നമ്മുടെ ഒനീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ബോട്ടിൽ എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഗെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതി ബാക്കിയുള്ളവർക്കും കൂടെ ഒന്നും കിട്ടരുത്, കോയിൻസ് ഒന്നും കിട്ടരുത് എന്നുള്ള ഒരു സെൽഫിഷ് മനോഭാവത്തോടെ ആ ഒരു ടാസ്കിനെ എടുത്തുകൊണ്ട് പോയിട്ട് അലമ്പിക്കളയുന്നതും അനുമോളുടെ അടുത്ത് ഇത് അപ്രൂവ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന മൊത്തത്തിൽ ആ ഒരു ടാസ്ക് കുളവാക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. സോ ഈ ഒരു ടാസ്ക് ഇതുപോലെ കുളവാക്കിയതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും അനുമോൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനുമാണ്. ഒനീല്, ആദില, അഭിലാഷ് ഇവർക്കൊക്കെയാണ് അതിന്റെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ടാസ്ക് നശിപ്പിച്ച് കളഞ്ഞതിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കുറെ കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ആ ഒരു ഗെയിമിനെ എടുത്തുകൊണ്ട് പോകുന്ന നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കി. അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. ഈ ഒരു ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് പരാജയപ്പെട്ടത്, ആരാണ് ഈ ഒരു ടാസ്ക് കുളവാക്കാനുള്ള കാരണം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.